മഴക്കാലം തുടങ്ങുമ്പോൾ സാധാരണ ഒരാൾക്ക് അസുഖം വരുന്ന സമയമാണ്. പൊതുവെ എല്ലാവർക്കും വരണമെന്നില്ല, എന്നാലും പൊതുവെ അസുഖം വരുന്ന സമയമാണ്. ഇനി ഈ അസുഖം എവിടെയാണ് വരണമെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ജലദോഷം പനിയായിട്ടാണ് തുടങ്ങുക. പിന്നെ അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ തൊണ്ടവേദന വരാം, സൈനസൈറ്റിസ് വരാം, അല്ലെങ്കിൽ ചെസ്റ്റിലോട്ട് വന്നിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതായത് ശ്വാസകോശ രോഗങ്ങളായിട്ട് വേണമെങ്കിൽ പരിണമിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. പ്രധാനമായി ഒരു മനുഷ്യന് ഇപ്പോൾ വേനൽക്കാലത്തായിക്കോട്ടെ മഴക്കാലത്തായിക്കോട്ടെ ഒരാൾക്ക് അസുഖം വരുന്നത് ഏറ്റവും കൂടുതൽ ENT ഏരിയയിലാണ്, ചെവി തൊണ്ട മൂക്ക് ഏരിയയിലാണ്. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് നമ്മുടെ മൂക്കിലോട്ട് കാറ്റ് കയറുന്നു, വായിൽ കൂടെ ഭക്ഷണവും ജലവും പോകുന്നു. ഏറ്റവും ആദ്യത്തെ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഡിഫൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് ചെവി തൊണ്ട മൂക്ക് ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ചെവി വിട്ടേക്കാം. അപ്പോൾ തൊണ്ടയിലും മൂക്കിലുമാണ് എപ്പോഴും അസുഖം വരുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു പഴയകാല അനുഭവം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും സാധാരണ അസുഖങ്ങൾ വരുന്നത് ജലദോഷം പനിയൊക്കെ ആയിട്ടായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് മഴക്കാലത്ത് ജലദോഷവും പനിയും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പൊതുവെ എല്ലാവർക്കും അസുഖം ഉണ്ടാകുന്നത് കൊണ്ടും ഇത് പകരുന്ന അസുഖമായതുകൊണ്ടും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കിട്ടും. സ്കൂളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിലായിക്കോട്ടെ, വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത. പൊതുവെ വൈറൽ അസുഖങ്ങളാണ്, ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അപ്പം മഴക്കാലത്ത് പൊതുവെ വേറൊരാളിൽ നിന്ന് അസുഖം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരാൾക്ക് എന്തുകൊണ്ടാണ് അസുഖം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അലർജി, മൂക്കിൻ്റെ അലർജി. കേരളത്തിൽ ഏകദേശം 40% പേർക്കിൽ കൂടുതൽ ചെറുതായിട്ടെങ്കിലും മൂക്കിൻ്റെ അലർജി എന്നാണ്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള മൂക്കിൻ്റെ അലർജി ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ ഏകദേശം 40-45% പേർക്ക് ആസ്മയും ഉണ്ടാവും. ഇന്ന് മൂക്കിൻ്റെ അലർജിയും ആസ്മയും ഒറ്റ അസുഖമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് മൂക്കിൽ അതേ അസുഖം മൂക്കിൽ വരുമ്പോൾ മൂക്കിൻ്റെ അലർജിയായിട്ട് വരും, അത് ശ്വാസകോശത്തിൽ വരുമ്പോൾ ആസ്മയായിട്ട് വരും. അപ്പോൾ ആസ്മ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ അലർജി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മഴക്കാലത്ത് മൂക്കിൻ്റെ അലർജി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്, തണുപ്പ് മൂക്കിൻ്റെ അലർജിയെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. 2, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ നനവുണ്ടാവും. ഈ പഴയ പെയിൻ്റ് അടിച്ച വീട്ടിൽ ഫംഗസ് ഉണ്ടാവും, പൂപ്പലുണ്ടാവും. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടും മൂക്കിൻ്റെ അലർജിയും മോശമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ അലർജി ഉള്ള ഒരാൾക്ക് മൂക്കിൻ്റെ അലർജി നമ്മൾ ശരിയാവണ്ണം ചികിത്സിച്ചില്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടും. മൂക്കിൻ്റെ അലർജി ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുകയും സാധാരണ ഒരാൾക്ക് കിട്ടുന്ന ജലദോഷം, പനി, അങ്ങനത്തെ വൈറൽ അസുഖങ്ങളും ബാക്ടീരിയൽ ഇൻഫെക്ഷനും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ മഴക്കാലത്ത് അലർജി മോശമായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. തണുപ്പൊരു കാരണമാണ്, ഫംഗസ് ഒരു കാരണമാണ്, പൂപ്പൽ, അങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ചികിത്സിക്കില്ലെങ്കിൽ അടുത്ത രോഗം വരും. നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരാളിൽ നിന്ന് തണുപ്പൊക്കെ കാരണം, തണുപ്പടിക്കുക എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് മഴക്കാലത്ത് നമുക്കൊരാൾക്ക് അസുഖം കൂടുതൽ വരുന്നത്. അതിനെന്താണ് പ്രതിരോധം എന്ന് പറയുന്നത്? കഴിയുമെങ്കിൽ മഴ, തണുപ്പ് അടിക്കാതെ നോക്കുക എന്നുള്ളതാണ്. എല്ലാവരും മഴ നനയരുത് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും മഴ നനഞ്ഞാൽ ജലദോഷം വരുന്ന ആൾ, മഴ വരുന്നാൽ തൊണ്ടവേദന വരുന്ന ആളുകൾ കഴിയുന്നതും മഴ നനയരുത്. ഇപ്പോൾ ചിലർക്കൊക്കെ, എനിക്ക് ഒരു സമയത്ത് മഴയത്തൊന്ന് ചാറ്റ മഴയത്ത് ഇറങ്ങിയാൽ പനി പിടിക്കുമായിരുന്നു. കുറേ നാൾ കഴിയുമ്പോൾ അതില്ലാതായി. അങ്ങനെ പനി പിടിക്കുമെന്ന് സംശയമുള്ളവർ ഒരു കാരണവശാലും മഴയത്ത് നനയാതിരിക്കുക. അതുതന്നെ പറയുന്നത് ഈ മഴയുടെ ആദ്യ മഴ കൊള്ളരുതെന്ന് പറയും. അതിന് പല പല തിയറീസ് ഉണ്ട്. അതായത് നമുക്ക് ആ ശരീരത്തിലുള്ള ഈ അന്തരീക്ഷത്തിലുള്ള പൊള്യൂട്ടൻസ് അല്ലെങ്കിൽ മലിനീകരണങ്ങൾ ആദ്യത്തെ മഴയോടുകൂടി താഴെ ഭൂമിയിലേക്ക് എത്തുമെന്നും അത് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മഴ കൊള്ളരുതെന്ന് പറയും. അതിനകത്തൊരു ചെറിയ കാര്യമുണ്ട്. പിന്നെ മഴ നനഞ്ഞാൽ അസുഖം വരുന്നവർ, തൊണ്ടവേദന വരുന്നവർ, അസുഖം പിടിക്കുന്നവർ ദയവേത് മഴ നനയാതെ നോക്കണം, കുടയെടുത്ത് പുറത്ത് പോകണം. ഈ അസുഖം വരാതെ നോക്കുന്നതിലാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. ഇനി എങ്ങനെയാണ് നോക്കുന്നത്? ഇപ്പം നമ്മളിപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അറിയാം കോവിഡ് എങ്ങനെയാണോ പകരുന്നത് അതുപോലെ തന്നെയാണ് ജലദോഷപ്പനി പകരുന്നത്. പണ്ട് തിരിച്ചു പറഞ്ഞിരുന്നു, ജലദോഷപ്പനി പകരുന്നത് പോലെയാണ് കോവിഡ് വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും കോവിഡിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് അപ്പോൾ കോവിഡിന് നിങ്ങൾ എന്തൊക്കെ പ്രതിരോധം തീർക്കുമോ അതാണ് മഴ സമയത്ത് പനി വരാതിരിക്കാനുള്ള
കാരണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ മൂക്കിൽ തൊട്ടതിന് ശേഷം നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽ പിടിക്കുന്നു, പേനയിൽ തൊടുന്നു, ആ വസ്തു വേറൊരാൾ തൊടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ റെയിലിൽ പിടിക്കുന്നു, അപ്പോൾ എവിടെ നമ്മൾ പിടിച്ചാലും അവിടെ നമ്മുടെ കോവിഡിൽ സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ സ്രവങ്ങൾ അവിടെ പുരളുകയും ഈ സ്രവങ്ങളിലാണ് ഇത് ഏറ്റവും അധികം ഈ രോഗാണുക്കൾ ഉണ്ടാകുക. യൂഷ്വലി അത് വൈറലാണ്, ചിലപ്പോൾ ബാക്ടീരിയലും ആകാം അടുത്ത സ്റ്റേജിൽ. അപ്പം നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. ഒന്ന്, തുമ്മുമ്പോൾ വളരെ നമ്മൾ ഒന്നും ചെയ്യാതെ തുവാല ഉണ്ടെങ്കിൽ തുവാലയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് തുമ്മണമെന്ന് കോവിഡ് സമയത്ത് പറഞ്ഞു, അതുപോലെ അത് ചെയ്യണം. 2, നമ്മൾ മൂക്കിൽ തൊടുകയാണെങ്കിൽ കൈ കഴുകണം. മൂക്കിൽ തൊടുമ്പോൾ മാത്രമല്ല, മൂക്കിൽ തൊടുന്നതിന് മുന്നേയും പിന്നെയും കഴുകണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രോഗമില്ലെങ്കിൽ പോലും എനിക്ക് ആ സമയത്ത് അസുഖം കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് കഴിയുന്നതും മുഖത്തും മൂക്കിലും തൊടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. ഇപ്പോൾ ENT ഡോക്ടർമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു കാര്യം, സാധാരണ ഒരാൾ പലവട്ടം മുഖത്ത് തൊടുമെങ്കിലും ENT ഡോക്ടർമാർ മുഖത്ത് തൊടാറില്ല. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഡോക്ടർമാർ കണ്ണിൽ തൊടാറില്ല. കാരണം അവർക്ക് കണ്ണിൽ തൊട്ടാലാണ് ഇൻഫെക്ഷൻ വരിക. അല്ലെങ്കിൽ അല്ലാത്ത ഒരു ഇൻഫെക്ഷൻ, ഐ ഇൻഫെക്ഷൻ കണ്ണിൻ്റെ ഡോക്ടർമാർക്ക് വരാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ശ്രദ്ധിക്കുന്നതുകൊണ്ട്. അപ്പം ഞങ്ങൾ പൊതുവേ മൂക്കിലോ മുഖത്തോ ഒന്നും കൈകൊണ്ട് തൊടാറില്ല. അഥവാ തൊടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൈ സോപ്പിട്ട് കഴുകിയിട്ട് വേണം. അത് നമ്മൾ ഈ പറയുന്ന പോലെ 20 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് കൈ സോപ്പിട്ട് കഴുകിയിട്ട് വേണം മൂക്കി തൊടാൻ. അഥവാ മൂക്കി തൊട്ടാൽ, ഒരു രോഗി മൂക്കി തൊട്ടാൽ അതിന് ശേഷവും കൈ കഴുകണം, മറ്റൊരാൾക്ക് വരാതിരിക്കാൻ. അസുഖമുള്ളവർ ഓഫീസിൽ പോകരുത്, സ്കൂളിൽ പോകരുത്, മറ്റുള്ളവരുമായിട്ട് ഇടപെടരുത്. ഒരാൾക്ക് അസുഖം വന്നിട്ട് എല്ലാവരും ചികിത്സിക്കുന്ന ഒരു ഗതികേട് ആളുകൾക്ക് ഉണ്ടാക്കരുത്. ഇപ്പോൾ ഓഫീസിൽ പോകാതിരിക്കുക എന്ന് പറയുന്നത്, മെഡിക്കൽ ലീവ് എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ജലദോഷമോ പനിയോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓഫീസിൽ പോകരുത്. അതിനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കണം. പിന്നെ സാധാരണഗതിയിൽ വൈറൽ അസുഖമാണ് ഞാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ പ്രയോജനം ചെയ്യും. അപ്പോൾ ആദ്യമേ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കരുതെന്നാണ്. എന്തായാലും നമ്മുടെ നാട്ടിലൊരു വലിയ കാര്യം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ തരില്ല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഡിസ്പെൻസ്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ മെഡിക്കൽ സ്റ്റോറുകാരും താങ്ക്ഫുള്ളി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കറക്റ്റ് ഡോസ് പറയുന്നത് പോലെ കഴിക്കണം, അതിൻ്റെ വേണ്ട അളവിൽ കഴിക്കണം. ഇതൊക്കെ റെസിസ്റ്റൻസ്, നമ്മുടെ സമൂഹത്തിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കുവാൻ സഹായിക്കും. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലർജി ഉള്ളവർ, നിങ്ങൾ അല്ലാത്ത സമയത്ത് അലർജി ചികിത്സിച്ചില്ലെങ്കിൽ പോലും അലർജി ചികിത്സിക്കാൻ നോക്കണം. അലർജി ചികിത്സിച്ചാൽ ഒരു ഇൻഫെക്ഷൻ വരുന്നത് ഒഴിവായിപ്പോവും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ചികിത്സിച്ചാൽ ജലദോഷപ്പനി ചികിത്സിച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ 7 ദിവസം, തമാശയായിട്ട് പറഞ്ഞിരുന്നതാണ്. ഇന്ന് ആ സിറ്റുവേഷനൊക്കെ മാറി. നിങ്ങൾക്കറിയില്ല അത് ഏത് തരം പനിയാണ്. അപ്പോൾ ഒരു അസുഖമുണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് വിളിച്ചെങ്കിലും, നിങ്ങളുടെ ലക്ഷണങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഓൺലൈനായിട്ടെങ്കിലും ഒരു കൺസൾട്ടേഷൻ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിപരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ല എന്ത് തരം പനിയാണ് ഇപ്പോൾ സമൂഹത്തിൽ നിലവിലുള്ളതെന്നും. ചിലപ്പോൾ അത് ഡെങ്കിയാകാം, ചിലപ്പോൾ എലിപ്പനിയാകാം, ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചികിത്സിച്ചില്ലെങ്കിൽ പ്രശ്നമുള്ള രോഗങ്ങളാവാം. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡെങ്കിയൊക്കെ പണ്ടത്തെ പോലെ നമ്മുടെ നാട്ടിൽ ചില സമയത്ത് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായി വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവായി പോകും. അപ്പം നിങ്ങൾ ഈ ഒരാഴ്ച മാറാൻ വേണ്ടി കാത്തിരുന്നാൽ നിങ്ങൾ ഡെങ്കി ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാതെ പോകും. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഏരിയ അല്ലെങ്കിൽ പോലും മഴവെള്ളത്തിൽ ചവിട്ടുക. ഇപ്പം നമ്മുടെ ക്യാമറമാരുൾപ്പെടെ ചാനലിൽ വെള്ളത്തിൽ നിന്നാണ് എല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് പരിചയമുള്ള TV-യിലെ ക്യാമറമാന്മാരോട് പലരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഇത് ചെയ്യരുതെന്ന്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പനി പകരുന്നത് എലിയുടെ മൂത്രം വെള്ളത്തിൽ കലർന്നിട്ട് അങ്ങനെയാണ്. നിങ്ങളുടെ കാലിലൊരു ചെറിയ പോറലോ മുറിവോ ഉണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളത്തിൽ ചവിട്ടാതിരിക്കുകയാണ് നല്ലത്. പിന്നെ എലിപ്പനിയുടെ സമയമാണെങ്കിൽ അതിനുള്ള പ്രോഫിലാക്റ്റിക് മരുന്നുകളും കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് മഴവെള്ളത്തിൽ കഴിയുന്നതും ചവിട്ടാതെ നോക്കണം. പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിൽ ചവിട്ടാതെ നോക്കണം എന്നുള്ള. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും അസുഖം വരാതിരിക്കാൻ, മഴക്കാലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരാൾക്ക് ചെയ്യാവുന്ന പ്രധാന കാര്യം. പിന്നെ അസുഖമുള്ളവർ നമ്മൾ കോവിഡ് സമയത്ത് ചെയ്ത പോലെ ഒരു മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. നമ്മൾ ഓരോ പ്രാവശ്യം തുമ്മുമ്പോഴും കോടിക്കണക്കിന് അണുക്കളാണ്, വൈറസുകളും ബാക്ടീരിയയുമാണ് നമ്മുടെ ചുറ്റിനും പകരുന്നത്. അപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ എന്തൊക്കെ
ചെയ്തിരുന്നു. അതൊക്കെ ഒരു ജലദോഷം പനിക്കും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്.